യെസ്, നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ 24 hours നമ്മളിന്ന് താറിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് പറയുന്നു, 20 നമ്മൾ സർവൈവ് ചെയ്യോ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നാളായി ഇങ്ങനെ പവർഫുൾ ആയിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പവർ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. യെസ്, നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ 24 hours നമ്മളിന്ന് താറിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെ 24 hours കാർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 24 hours താർ ചലഞ്ച്, കാറ് താറ്. അപ്പം എന്തായാലും അച്ഛാ നമ്മളിന്ന് 24 മണിക്കൂർ അച്ഛൻ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ദിവസം ലീവ് ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കണം എന്ന് വിചാരിച്ചു. അതെ അതെ. എന്നിട്ട് മൃദുലെ പ്രഗ്നന്റ് ആയിട്ട് മൃദുലെ നമ്മൾ കൂടുതൽ ലാസ്റ്റ് കാർ ചലഞ്ചില് കണ്ട ഭയങ്കര അതാ അതെ 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 അതെ. അല്ല, ഇന്ന് ചിലപ്പോ ഞാൻ ജയിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ടാങ്ക് കപ്പാസിറ്റി കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ നമ്മള് 24 മണിക്കൂറും നമ്മുടെ താറിനകത്താണ് സുഹൃത്തുക്കളെ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അച്ഛൻ എന്ത് പറയുന്നു, 20 നമ്മൾ സർവൈവ് ചെയ്യോ? AC ഉള്ളതുകൊണ്ടാ, ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഇപ്പോഴത്തെ ചൂടിൽ എന്റെ പൊന്നു ഗൈസ് പറ്റത്തേ ഇല്ല. അതുപോലെ ബാക്ക് ഡ്രോയിൽ AC ഒന്നും അങ്ങനെ അധികം കിട്ടുന്നില്ല. ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. 2 ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നമുക്ക് വേണമെങ്കിൽ വാങ്ങണം. നമ്മൾ പോർട്ടബിൾ ഗ്യാസ് എടുത്തിട്ടുണ്ട്, കുക്കർ, സ്പൂണ്, അതും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പൗഡറൊക്കെ വേണ്ടേ? ഉപ്പൊക്കെ വേണം കേട്ടോ, ഇച്ചിരി ഉപ്പ്, മഞ്ഞപ്പൊടി അതൊക്കെ വേണം. പിന്നെ നമ്മുടെ മാഗിയും എഗ്ഗും മറ്റ് കുക്കിംഗ് സാധനങ്ങളൊക്കെ നമ്മൾ നേരെ താറിനകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിവേ ഗൈസ്, നമ്മളെ ചലഞ്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി വരുന്ന 24 മണിക്കൂർ നമ്മൾ ഇതിനകത്തായിരിക്കും സർവൈവ് ചെയ്യുന്നത്. നമ്മൾ പല ഡെസ്റ്റിനേഷനിൽ പോകും. പിന്നെ നമ്മൾ ഈ താറായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ധൈര്യമായിട്ട് കയറി പോകാം. അവിടെയൊക്കെ പോയി അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് സ്പോട്ടുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നേരെ നമ്മൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പം ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അതെ, രാത്രിയിലത്തേക്ക് നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാം. ഉച്ചയ്ക്കത്തെ ലഞ്ച് നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളെ വണ്ടിക്ക് അപ്പൊ ഗൈസ് നമ്മൾ സാധനങ്ങൾ കേട്ടെ കൊച്ചു കീ തുറക്കണ. ഓക്കെ, നമ്മളെ വണ്ടിക്കകത്ത് പിന്നെ ആവശ്യം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രശ്നമില്ല. ഇത് കൊണ്ട് കഴിച്ചു. ഇത് ഫിഷിംഗ് നെറ്റാണ്, ഫിഷിംഗ് നെറ്റ്. ഇത് കയ്യിലോട്ട് വെച്ചേക്കാം. ഇത് കൊടയാണ്, കൊട്ടയും പൊടിയൊക്കെ എടുത്തോട്ട് വെച്ചേക്കാം. കുക്കിംഗ് സാധനങ്ങൾ, ഫുഡ് സാധനങ്ങളൊക്കെ എല്ലാം അതിനടിയിലുണ്ട് കേട്ടോ. നമ്മുടെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ സാധനം ഭയങ്കര സൗണ്ടാണ് വണ്ടി. നോർമലി ഉള്ള വണ്ടിയൊക്കെ അത്ര സൗണ്ടാണ് അടിക്കുന്നത്. കുക്കർ വിഷയമാണ്. നമ്മളെ ബലീനെ ചെയ്തതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു. കാരണം നമുക്ക് ഇതിന്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കാൻ പറ്റും. പക്ഷെ എങ്ങനെയുണ്ട് നമ്മളെ താർ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ഒക്കെ ചെയ്ത് നമ്മുടെ എറൗണ്ട് ഇപ്പൊ ഒരു 2000 കിലോമീറ്റർ അടുപ്പിച്ചുള്ള ഓടിച്ചാടും. 2000 ഇല്ലെങ്കിൽ 1500 ലോങ് പോയിട്ടില്ലല്ലേ. നമ്മളെ ഫസ്റ്റ് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് മാപ്പ് നമുക്ക് ട്രിവാൻഡ്രം പോയി നമുക്ക് ആദ്യം ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളൂ നമുക്ക് ഡെലിവറി, ഫുഡ് ഡെലിവറി. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങ് ഡെലിവറി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ട്രിവാൻഡ്രം പോയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും നല്ല അടിപൊളി സ്പോട്ടിലോട്ടൊക്കെ പോകണം കേട്ടോ. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളൊരു 2000 രൂപ എണ്ണ അടിക്കണം. 2000 രൂപ എണ്ണ മതി. 2000 രൂപ എണ്ണ മതി. ആൾറെഡി 500 എണ്ണ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടി മൈലേജ് കുറവാണ്. മൈലേജ് ഒരു 10 കിട്ടത്തുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത, നമ്മള് ലിഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ താക്കോലൂരി കൊടുക്കണം. അതുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ AC ഇടാൻ പറ്റില്ല. മറ്റേ കാറിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി സുഖം കുറവാ. എല്ലാത്തിലും ഒരു ഇച്ചിരി സുഖം കുറവാ അല്ലേ? അത് ആലോചിച്ചിട്ട് വണ്ടി മേടിക്കുകയും ചെയ്യാവൂ. നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് അറിഞ്ഞു വെച്ചോണ്ട് നമ്മൾ വാങ്ങിച്ചത്. വണ്ടിക്ക് ഇച്ചിരി സുഖം കുറവാ. എല്ലാ രീതിയിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാർ പോലെയല്ല. വണ്ടിയുടെ പർപ്പസും വേറെ ആണല്ലോ. നമ്മളൊരു സെഡാന്റെ അല്ലെങ്കിൽ നമ്മളെ എർട്ടിക്കയുടെ ഒന്നും ഒരു യൂസ് അല്ലല്ലോ. നമുക്ക് ഇതുകൊണ്ട് എവിടെ കയറി പോകാമല്ലോ, ആ ഒരു യൂസിന്. പിന്നെ ഇത് വീട്ടിൽ ഒരു വണ്ടിയായിട്ട് വാങ്ങുന്നവർ ഒരിക്കലും ഈ വണ്ടി വാങ്ങരുത്. വീട്ടിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ ഈ വണ്ടി വാങ്ങാവൂ. കാരണം എല്ലാ പർപ്പസിനും ഈ വണ്ടി ഒരിക്കലും ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര പാടാണ്. 2 പേർക്ക്, ഞാൻ 2 പേർക്ക് ഓക്കെ. പിന്നെ കുറെ സാധനങ്ങളൊക്കെ ബാക്കി കയറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എവിടെയെങ്കിലും കയറി. ഗൈസ്, പ്രവീണിന്റെ ഷോർട്സ് എഡിറ്റ് ചെയ്യണ്ട, അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാം. അവ ഇറങ്ങാൻ പോണ്ട ഡോർ പറഞ്ഞത്. എടാ ഞാൻ ബാക്കിലോട്ട് പറഞ്ഞിട്ട്
അല്ല നമുക്ക് സ്ഥലം ഉണ്ടോ വണ്ടിയില്? ഫോൺ പിടി. വണ്ടിയില് സ്ഥലമുണ്ട്, നോ പ്രോബ്ലം. ഗായ്സ്, അപ്പൊ നമ്മളെങ്ങും എത്തിയില്ല സുഹൃത്തുക്കളെ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ട്രിവാൻഡ്രം വിശക്കോ ചെറുതായിട്ടൊക്കെ അണക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഫുഡ് കഴിച്ചാല് സീനാണ്. അത് ശരിയാണ്, പിടിച്ചിരിക്കണം ഗൈസ്. 24 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ഇരിക്കാനുള്ളത്. ഇല്ല ഈ ടീഷർട്ടും ഇതൊക്കെ ഇട്ടിട്ട് വന്നത് ഫ്ലെക്സിബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മള് ബെഡും കൂടെ എടുക്കാനുള്ള ആയിരുന്നില്ലേ? ബെഡ് രണ്ട് ബാക്ക് സീറ്റിലായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും വീട്ടിൽ കിടക്കുന്ന സുഖമൊന്നും കിട്ടത്തില്ല. പിന്നെ വേറെ കാര്യം, ഈ പില്ലെടുത്തില്ല, ഈ വണ്ടി ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബോഡിന്ന് ചൂട് വരും. AC ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കാനേ പറ്റത്തില്ല. കരിക്കമ്പളം കുടിച്ചാലോ? സ്റ്റേ ഹൈഡ്രേറ്റ്. കരിക്കമ്പളം കുടിക്കാം, സ്ഥിരം കടയിൽ നിന്ന്. കുടിച്ചോ നമ്മളെ കാറിനകത്തേ പ്രശ്നമുള്ളൂ, താറിനകത്ത് നിന്ന് മുള്ളു ഞാൻ. വണ്ടി നാറ്റിക്കരുത് മതി. ഇതിനകത്ത് മുള്ളല്ലേ, നീ ഡോറ് വെളിയിൽ പോയി പുള്ളിക്കോ. ഇതിന് മണ്ട കയറാൻ കഴിയുന്നുണ്ട്, സാധനം സ്ട്രോങ് ആ തകട. ഞാനിപ്പോഴാ വീഡിയോ എടുത്ത് നോക്കി, നിങ്ങൾക്ക് ഇതിനകത്തിരിക്കുമ്പോ ട്രെയിനകത്തിരിക്കുന്ന വീഡിയോ പെട്ടിത്തകട അടിച്ചു കൂട്ടിയില്ല, വലിയ സംഭവം ഉണ്ടല്ലേ, ഒരു കേജിനകത്തിരിക്കുന്ന ഫീല്. അത് ചോദിച്ചത് അടുത്തോണ്ട് വരുന്നുണ്ട്. കോംപ്ലിമെന്ററി, താങ്ക് യു. 24 മണിക്കൂർ കാറിനകത്ത് ഒരു ചലഞ്ച്, അതുകൊണ്ടാ വെളി ഇറങ്ങാത്ത. ഇതിനകത്ത് 24 മണിക്കൂർ. ഓക്കെ, താങ്ക് യു. ബാക്ക് ക്യാമറ കൊണ്ട് ഇച്ചിരി ചൂടൊക്കെ ആണെങ്കിലും സീറ്റ് ബെൽറ്റ് ഉണ്ടോ? ഒരു അലൈൻമെന്റ് അല്ല, ഒരു അലൈൻഡ് അല്ല. ഇവിടെ കിടക്കണം സീറ്റ്. ഇത് താറ് എന്നുള്ളൊരു പേരാണെങ്കിൽ പോലും ഇതൊരു ജീപ്പ് ഫീലാണ്. താറിലോട്ട് നമ്മളെ പുതിയ താറ് വെച്ചൊന്നും നമ്മളമ്മ ഒരിക്കലും താരതമ്യം പറ്റത്തില്ല. പുതിയ താറിനെ നമ്മൾ കയറി ഒരു ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഇതൊരു ജീപ്പ് അല്ലേടാ. ഒരു താറെന്ന് പറയുമ്പോഴും എഞ്ചിനൊക്കെ, പക്ഷെ ഒരു കംഫോർട്ട്. താറൊക്കെ കുറച്ചും കൂടെ ഒരു കാറിന്റെ ലെവലിൽ വന്നിട്ടുണ്ട്, റിഫൈൻഡ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് ജീപ്പിന്റെ ആ ഒരു ഇതാണെന്ന് വെച്ചാൽ ജീപ്പല്ല, താറുമല്ല, അതുമല്ല, ഇനി ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ്. പവറിന് പവർ ഉണ്ട്, പക്ഷെ കംഫർട്ട് കുറവാണ്. പക്ഷെ പഴയ കംഫർട്ട് ഉണ്ട്, AC ഉണ്ട്. പക്ഷെ പുതിയ താറിന് അത്ര എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അതാണ് ഒരു സംഭവം. പക്ഷെ എഞ്ചിൻ CRT ഡീസൽ എഞ്ചിൻ ഈസ് വേറെ ലെവൽ, ജെറ്റ് സാധനം. ഇതൊക്കെ ഇങ്ങനെ തിരിക്കാം, ഇത് കുറയ്ക്കാൻ, ഇത് കൂട്ടാം. അതെ, ഇതിനകത്ത് എല്ലാം മാനുവൽ. പിന്നെ അതെ, നമുക്ക് 2 കപ്പ് ഹോൾഡർ 2 സൈഡിലായിട്ട് 2 വലിയ ബോട്ടിലൊക്കെ വെക്കാം. ഇവിടെ ബോട്ടിൽ വെക്കാൻ തോനെ സ്ഥലമുണ്ടാണ്. അതാണ് ഇവിടെ 2 ബോട്ടിൽ വെക്കാം. അത് കാരണം ചൂടല്ലേ, ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ. പിന്നെ നമുക്ക് ഇതേ ഒരു ചാർജിങ് പോർട്ട്. ഗായ്സ്, അപ്പം നമ്മളിത് കഴക്കൂട്ടത്തോട്ട് കയറിയിരിക്കുന്നു. അപ്പം നമുക്ക് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് അവിടെ ഫുഡ് ആദ്യം കഴിക്കണം. നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കും. അല്ല കുന്നിന്റെ മണ്ടയിലോ അല്ല കടലിന്റെ നടുക്കോ, നല്ല വ്യൂ വേണം. ഈ കടലിന്റെ നടുക്കോട്ട് വഴിയുള്ള അത് കൊല്ലത്തുണ്ട്, ഇവിടെ ഇവിടെ പണി കഴിയുമ്പോ അടിപൊളിയായിരിക്കും കേട്ടോ, സെറ്റ് ആയിരിക്കും. ഇവിടെയൊക്കെ ഓരോരുത്തന്മാര് വായി നോക്കിയുള്ള വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ചിരിച്ചോണ്ടിരിക്കും, ബാക്കിൽ നിന്ന് തട്ടി നമ്മുടെ താഴെ കിടക്കും. ശരി, ഇവിടെ വണ്ടി നിർത്തരുത്. എപ്പോഴും നമ്മൾ കാണുന്നതാ ഫോട്ടോ എടുക്കും, വണ്ടി ഒതുക്കിയിട്ട് നിർത്തും. ഈവനിങ് ടൈം ആകുമ്പോൾ നല്ലൊരു വൈബുണ്ട്. ഒരു പള്ളിപ്പെരുന്നാൾ ഫീലൊക്കെ പോകും. അയ്യേ, പള്ളിപ്പെരുന്നാളാ. കളർ ലൈറ്റ് ഒന്നും അല്ലല്ലേ, നോർമൽ ലൈറ്റ് അല്ലേ, സ്ട്രീറ്റ് ലൈറ്റ്. ദൂരെ നോക്കുമ്പോ നമുക്ക് തോന്നില്ല ഇങ്ങനെ ഒറ്റ വെട്ടായിട്ട്. പെട്ടെന്ന് നമ്മൾ മലേഷ്യയിലൊക്കെയാണ് തോന്നുന്നു. കുവൈറ്റിലൊക്കെ കാണുന്ന ഒരു ഫീൽ. കുവൈറ്റ് പോയിട്ടുണ്ടാവും, മലേഷ്യ പോയിട്ടുണ്ടാവും. ഇല്ല, എന്തിനാ പറയുന്നത്, നമ്മള് വിദേശത്തൊരു പോയിട്ടില്ല സത്യത്തിൽ. നമ്മൾ എവിടെ പോയിട്ടുണ്ടാ? കാശ്മീരല്ലാതെ നമ്മൾ എവിടെ പോയിട്ടുണ്ട്? കാശ്മീർ പോയിട്ടുണ്ട്. അതൊരു ലൈഫിലൊരു മറക്കാൻ പറ്റുന്ന നമ്മളെങ്ങും പോയിട്ട്. പക്ഷെ നമുക്ക് പോകണം, നമ്മൾ പോയാലേ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത് പോണോ, കോൺഫിഡൻസ് ഇല്ല. ഒറ്റ തീരുമാനം, ഒറ്റ മൈൻഡ് പോയാലാ. ഇത് ആദ്യം നമുക്ക് 24 hours കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം പോണമായിട്ട്. കൊച്ചിന് പുതിയ കണ്ണാടി ഉണ്ടോ? പോട്ട കണ്ണാടി അല്ല കൊച്ചിന്റെ കണ്ണാടി കമന്റ് ചെയ്യുക. വെറൈറ്റി അടിച്ചതാ, നീല കണ്ണാടി. എനിക്കെല്ലാം ഒരു നീലയായിട്ടാ തോന്നുന്നത്. അല്ലേലും നീലയാടാ, നീല ആകാശമല്ലേ? ഇല്ലടാ, അത്രയും നീലയില്ലേ? നീ ഒന്ന് വെച്ച് നോക്കിയാണ്. ഇത് തലവനെടുക്കത്തില്ലടാ, ഇത് മൊത്തം നീലമയം ഗൈസ്. ഇവന്റെ ടീഷർട്ട് ഉണ്ടോ? ആരായിരിക്കുന്ന ഇത് ടോപ്പിയിലെ ഒരു രാജാവിന്റെ ഫോട്ടോ. ഒരാളല്ലേ 3 പേര്? അതെ, പുള്ളി പല മുഖവും.
ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ നിന്ന്. 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി. യെസ്, നമ്മൾ അന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വിടുന്ന കറക്റ്റ് ഇവിടെ ഇങ്ങോട്ട് ഇരുന്നിട്ടാ, ഓർമ്മ അല്ലേ, അന്ന് മൃദുല ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബിരിയാണി വരും. ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് ചലഞ്ച് തുടരാൻ സുഹൃത്തുക്കളെ. അപ്പം ഫുഡ് കഴിച്ച് നമുക്ക് എങ്ങോട്ട് പോകണം? നമുക്ക് ശംഖുമുഖം പോവാം ഫസ്റ്റ്. അവിടെ പോയി ഫുഡ് കഴിക്കാം. ശംഖുമുഖം പോവാം. ഫുഡ് വാങ്ങിച്ചോണ്ട് പോവാം. ഇവിടുന്ന് നമുക്ക് കുറച്ച് പെട്ടെന്ന് കിട്ടും ഫുഡ്. അവിടെ പോയി കുറച്ചും കൂടി ഹോട്ടലിൽ അങ്ങ് ട്രാവൽ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയിരുന്ന് കഴിക്കും. പക്ഷെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതില് തണുപ്പ് കിട്ടുന്നില്ലെങ്കിലേ ഡയറക്റ്റ് അടിക്കൂലേ കൈസ്, അടിച്ച് കയറുമല്ലേ? അടിച്ച് കയറി വാ. ഇത് കഴിഞ്ഞല്ലേ? പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് കാലിവിടെ വെക്കാം. കാരണം കാലൊക്കെ എടുത്ത് ഇവിടെ വെക്കാം, എയർ ബാഗ് ഇല്ല. എടാ വണ്ടി റെസ്പെക്ട് ചെയ്യണം. നീ കാലൊക്കെ എടുത്ത് ഒരു വാഹനമല്ലേ, ഒരു നമ്മൾ സഞ്ചരിക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. പക്ഷെ എനിക്കിപ്പം എന്തിന് കാലിന് ചൂടെടുക്കുന്നോണ്ട് ഞാൻ AC-യിലെ വെന്റിന്റെ കാല് വെച്ച് വെക്കുക. വെന്റിന്റെ ഇടയിൽ കാല് വെച്ചിരിക്കും. ചിരിക്കാനുള്ള അപ്പൊ ഇച്ചിരി സുഖമൊക്കെ റെസ്പെക്ട് ഒക്കെ ഇച്ചിരി കുറയും. ഞാനും നീട്ടിയൊക്കെ വെക്കും. എല്ലാടാ മോനെ സ്റ്റീല് സാധനം ഇതൊക്കെ. നമുക്ക് സ്റ്റീരിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ടൂട്ടറൊക്കെ വർക്ക് ആവൂല, സ്പീക്കർ വർക്ക് ആവൂല, അതൊരു പ്രശ്നമുള്ളൂ. ടച്ചൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ്, കണ്ടല്ലേ? ഉണ്ട് ഭയങ്കര റെസ്പോൺസീവ്. ഞാൻ കാണിച്ചു കൊടുക്കാം, എനിക്കറിയാലോ. FM കൊണ്ടിട്ട് ആ 93 പോയിന്റ് കൊണ്ട് ഇട്ടാണ്. എടാ അത് സൗണ്ട് കേൾക്കാത്ത എന്താ? എന്റെ സൗണ്ട് കേൾപ്പിച്ചു വരാ, ഭയങ്കര കോമഡിയാ. ഫുൾ സൗണ്ട് ഇട്. ഒറ്റ സ്പീക്കറെ വർക്കാവുള്ള 93 പോയിന്റ് FM ഇട്. റേഡിയോ ജോക്കി എവിടെ? റേഡിയോ ജോക്കി. ഭയങ്കര സൗണ്ട് ഒച്ച. വെടിവെക്കുന്ന ഈ സാധനം കൊള്ളാം. നമുക്ക് ഈ സ്പീക്കർ കൊണ്ട് ശരിയാക്കണം കേട്ടോ. ഇതിന്റെ സ്പീക്കർ എല്ലാം നമുക്ക് ബാക്കിലൂടെ ഒരു ആമ്പ് വെച്ചാലോ? ആമ്പൊന്നും വേണ്ട. ഈ സ്പീക്കർ റോഡാ ഡോറിന്റെ സൈഡിലുള്ള 2 സ്പീക്കർ കംപ്ലൈന്റ് പക്ഷെ നല്ല സെറ്റ് ആട്ടോ. നല്ലൊരു സൂപ്പർ സെറ്റ് ആണിത്. ലൈറ്റ് ഒന്നും ഇല്ല, അതൊക്കെ അത്രേ ഉള്ളു. അല്ല ഇത് ഓട്ടോമാറ്റിക്കാ, രാത്രി ആകുമ്പോ സാധനം ഓണാവും. പിന്നെ ഒരുമാതിരി തെണ്ടി തന്നെ പറയല്ലോ, പൈസ കൊടുത്ത് കാശ് വണ്ടി വാങ്ങിച്ചിട്ട് അത് ലൈറ്റ് ഇല്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോ അങ്ങനെയൊക്കെ സ്പീക്കർ വർക്ക് ആവത്തില്ല. വണ്ടി ഇത് ഇവിടെ നടിക്കുന്ന ചൂടും പിടിച്ചോണ്ട് പോയാണ്. അതെന്താ അറ്റത്തൊരു ഉണ്ടായിരിക്കുന്ന, നമ്മൾ ഇതൊക്കെ ഇപ്പോഴേ ശ്രദ്ധിക്കണം. അതല്ല GPS അത്രയും സിസ്റ്റം കൊണ്ട് വണ്ടി ആരെങ്കിലും അടിച്ചു സൂപ്പർ ആയിട്ടു. GPS ഉണ്ട്. അപ്പൊ ഓഫ് റോഡ് ഒക്കെ പോയിട്ട് എവിടെയെങ്കിലും കാറ്റി കിടന്നാലേ ഇതെങ്ങനെ അറിയും? GPS ഇതെങ്ങനെ നമ്മളെങ്ങനെ അറിയും? GPS ആണ്. GPS അല്ല, അത് GPS ഉണ്ട് വണ്ടിയില്. പിന്നെ ഈ പ്രത്യേകത എന്ന് വെച്ചാ വെള്ളമൊക്കെ അടിച്ചാണ്ട തെറിയുക. 2 സൈഡ് ചെയ്ത് കണ്ട വെള്ളമൊക്കെ തെറിയും. ആ ട്രിവാൻഡ്രത്തിന്റെ ആ മണം അടിക്കുന്നുണ്ടോ? ട്രിവാൻഡ്രം വന്നിട്ട് നമ്മള് കയ്യെങ്കിലും വെളിയിട്ടുണ്ട്. ട്രിവാൻഡ്രം ആണ് കേസ് കണ്ട, ലുലുവിന്റെ ഓപ്പോസിറ്റാ. ഹലോ നാട്ടുകാരെ, ശംഖുമുഖം ബീച്ചിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ ബീച്ച് കണ്ടോണ്ടിരുന്ന് ബിരിയാണി കഴിക്കാം. വണ്ടി ഇടയിൽ കൂടെ അങ്ങനെ കയറ്റി അങ്ങ് കറക്റ്റ് ഫ്രണ്ടിലിടാം. കടലിൽ ഇറക്കിയ വണ്ടി ഫ്രണ്ടിലിട്ടാലോ? ഫ്രണ്ടിലോട്ട് ഓട്ടായി അടിപൊളി. കടല് കണ്ടോണ്ട് കഴിക്കാം. ഇതേ കൂടുതൽ എന്തോടാ കിടില. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ചലഞ്ച്, അടിപൊളി കേട്ടാ. അന്ന് നമ്മൾ അവിടെ റോഡ് സൈഡിലായിരുന്നു ഇട്ടത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മള് ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മള് ലേറ്റ് ആയിട്ടാ. ചോരേ അത് ഇതായിരിക്കും, അച്ചാറായിരിക്കും. എന്തോ അടിപൊളി ബീച്ച് അല്ലേ? കിടിലം സൂപ്പർ വ്യൂ ആട്ടോ. കിടിലം ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് കഴിക്കാം ഗൈസ്. സൂപ്പർ ബിരിയാണി, നല്ല കറക്റ്റ് ദമ്മട.
ഓക്കെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ബിരിയാണിയാണ്, നല്ല ബിരിയാണിയാണ്, നല്ല വൈബായിരുന്നു കേസ്. ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിരുന്നു, കുഴപ്പമില്ല. ടേസ്റ്റ് കൂടിയുണ്ട്, ക്വാണ്ടിറ്റി കുറച്ചും കൂടി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നല്ല ഫുഡായിരുന്നു. അതൊക്കെ നല്ല നല്ല വൈബായിരുന്നു കേസ്. കടലൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് നൈസായിട്ട് കഴിക്കാൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇവിടെ കടലുണ്ടായിരുന്നല്ലേ, ചിക്കൻ ബിരിയാണി ഞാൻ ആസ്വദിച്ചായിരുന്നു. കൊച്ചു വിശന്നിരുന്ന പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണത്തില്ല, പാത്രത്തിൽ നോക്കി കഴിക്കാൻ പക്ഷെ കൊള്ളാം കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ട്. അതുപോലെ ഇവിടെ ഫെസ്റ്റ് എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടായിരിക്കും ഇവിടെ പോകുന്നത്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഫുഡൊക്കെ കഴിച്ചല്ലേ ഉള്ളൂ. അപ്പം അടിപൊളി. നമ്മൾ ഇനി വണ്ടി ഇനി ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കും കേട്ടോ, ബീച്ചിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കാണ്. ഗൈസ് അപ്പോൾ ഞാനന്ന് മയങ്ങാൻ വേണ്ടി പോവുകയാണ്, കിടക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഉണ്ണിക്കണ്ണ നീ അങ്ങ് മയങ്ങി കിടക്കായി. സീറ്റ് റിക്ലൈൻ ചെയ്യൂ. ഇത് വെന്റിലേറ്റർ സീറ്റ് ഇല്ല. വെന്റിലേറ്റർ എവിടെ കിടക്കോട്ടെ, വെന്റിലേറ്റർ ആക്കി തരാം നിനക്ക്. പുതിയ വണ്ടിയിലൊക്കെ മസാജ് സ്മൃതില വിളിക്കുന്നു ഗൈസ്. സ്മൃതില ഹായ്. കഴിച്ചു ബിരിയാണി, അടിപൊളി ദം ബിരിയാണി. അടി തൂക്കിയിടും കുഴൽകൾ വീസിയിടും. നിക്കുവല്ലേ, ഇരിക്കുക. എന്തൊരു വണ്ടിക്കകത്ത് എങ്ങനെ നിക്കുന്ന വണ്ടി എങ്ങനെ നിക്കുന്ന ഇവന് വട്ടാടിയവന്. ഇടി നമ്മളിതേ ശംഖുമുഖം ബീച്ചില് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങള് ബിരിയാണി കഴിച്ചിട്ടിരിക്കുക. നമ്മള് AC ഇട്ടാകത്തിരിക്കല്ലേ. ദം ബിരിയാണി വാങ്ങിച്ചത് ഞാനാണ്, അതിനുള്ള ധനം നൽകിയത് ഞാനാണ്, അത് കഷ്ടപ്പെട്ട് തിന്നത് ഞാനാണ് രാധേ. അതിന്റെ എല്ലാം കൂടെ തിന്നത് ഇവനാണ് സീതേ. അങ്ങോട്ടൊരു പാലം കണ്ടടാ. ഒരു പാലല്ലേ അവിടെ, അവിടെ പ്രഗ്നന്റ് ആയോണ്ടാണ് കേട്ടോ. ഇപ്പൊ മൃദുലേക്ക് പറ്റത്തില്ല ചലഞ്ച് ഒന്നും ചെയ്യാൻ. ഡ്രൈവർ ചേഞ്ച്. നമ്മള് നല്ല ടെറൈൻ നോക്ക് കഴിച്ചു. ഉള്ളു കുണ്ടും കുഴി കേട്ടോ ഇവിടെ. അമ്മ വിളിക്കുന്നു ഗൈസ്. എന്താ പരിപാടി? ഞങ്ങള് എവിടെയാടാ ഈ സ്ഥലം? നമ്മളൊരു മലയുടെ മോളിൽ പോവാ. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് കടമ്പൂ പാറയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി 1 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് കുറച്ച് ഇഞ്ഞ് വരണമായിരുന്നല്ലേ, അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. നമ്മള് നിക്കുന്നിടത്ത് നിന്ന് 3 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. റോഡ് പിന്നെ ചെറിയ റോഡാണ്, ഇങ്ങോട്ടുള്ള വഴിയെല്ലാം ചെറുതാണ്, ട്രാഫിക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ചെറിയ സ്ഥലമാണ്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എന്തൊരു പാറയാ. എനിക്കാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഉറക്കം വരുന്നത്. ചെറുകോട് തൊഴിലുറപ്പ് ചേച്ചിയാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പാറയുടെ മോളിൽ പോകത്തില്ലേ? പോവോ? ഫുട്ബോൾ കളിക്കണ? ഹലോ, സൂപ്പറാണോ മേല്? എന്തുണ്ട് വിശേഷം? സുഖോ? എന്തൊരു ഫുട്ബോൾ കളിയാ? ഇത് എവിടെ കളിക്കണ? സ്ഥലം കുറവാണല്ലേ, ഗ്രൗണ്ട് ഒന്നും ഇല്ലേ? ഇല്ലേ? എന്തൊരു വിശേഷങ്ങളൊക്കെ പറയങ്ങോട്ടെ. എന്തൊരു എത്ര പഠിക്കുന്ന രണ്ട് എല്ലാരും? 9. ഓക്കെ. നമ്മള് 24 hours താറില് ചലഞ്ച് ചെയ്തോണ്ടിരിക്കണം. ഇറങ്ങത്തില്ല. പാറയില് പോട്ടാ. ശരി, ഏരി കയറി പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കുടിവെള്ളത്തിന്റെ സംഭവം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റ് എത്തി കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. വീടുണ്ട്, വേണ്ട ഒരു വീടിരിക്കുന്ന ഒരു വീട്. ഒരു വീടിരിക്കുന്ന നീ നോക്കട്ടെ, നീ നേരെ നോക്ക്. വ്യൂ നോക്ക് സുഹൃത്തുക്കളെ. ഇറങ്ങിക്കോ.
ലൊക്കേഷൻ എങ്ങനെയുണ്ട്? അടിപൊളി കിടിലല്ലേ, സൂപ്പർ സ്പോട്ട് കേട്ടോ. സൺസെറ്റ് കാണാൻ പറ്റുമോ? നമ്മളിവിടെ നിൽക്കുന്നത് നല്ല ഹൈറ്റിലാട്ടോ. വണ്ടിയും കൊണ്ട് നമ്മൾ കറക്റ്റ് ഒരു മലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇറങ്ങാൻ പറ്റൂല, ഞാൻ കേറാൻ വേണ്ടി പോവാണ്. നീ ഇറങ്ങി വെളിയില്. ഞാൻ വെളിയിലല്ല, പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്ന. 24 hours കാറെന്നാ. ഞാൻ കാറിൽ നിന്ന് ഒരു അംശം പോലും തറയെ കാലൊത്തത്തില്ല. ഞാനും ഇറങ്ങാൻ പോവാ. ഞാൻ ആദ്യം ഇറങ്ങാം, എന്നിട്ട് നീ ഇറങ്ങ. നീ പിടി. കൊള്ളല്ലേ, സൂപ്പർ ഏട്ടാ. ഞാൻ പ്ലാറ്റ്ഫോമിൽ ആദ്യം ചവിട്ടിയാ മതി. ഡോർ അടച്ചു തന്നിട്ട് ഡോറ് കണ്ണാടി അടവല്ലേ. നമ്മളെ താറിന്റെ പ്രശ്നമുണ്ട്. ചാവി അകത്തിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് കൊണ്ട് ലോക്ക് ആവും ഫുള്ള്. അതുകൊണ്ട് ഗ്ലാസ് തുറന്നിടാൻ മറന്നില്ലെങ്കിൽ പണി പാടും. കഷ്ടപ്പാടാ. ആൾക്കാർ വിചാരിക്കും നമുക്ക് വട്ടാണ്. അയ്യോ അടിപൊളി അല്ലേ. താറായിട്ട് ഇങ്ങനെയൊക്കെ യൂസ് ഉണ്ട് കേട്ടോ. അതെ 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 അതെ. നമുക്ക് എങ്ങനെ എന്റെ മണ്ടയിലൊക്കെ ഇരിക്കാം. അടിപൊളി കേട്ടാ, കിട്ടില്ല സെറ്റ്. ഇപ്പോഴാണ് താറെടുത്തതിന് ഒരു ഫുൾഫില്ല് തോന്നിയത്. ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മളെ വണ്ടിയുടെ മുകളിലാണ് നിൽക്കുന്നത്. വണ്ടിയുടെ മുകളില് ഭയങ്കര വെയിൽ കൈസ്. അകത്ത് കയറിയിരിക്കാം. അത് അകത്ത് കയറിയിരിക്കാം. എല്ലാരും പോയിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മളാണ് താഴെ ഇറങ്ങുന്നില്ല. നമ്മളെ പ്ലാറ്റ്ഫോമിൽ തന്നെ തുറക്കാതെ കയറാൻ പറ്റുമോ? ഡോറ് തുറക്കാതെ പിന്നെ കയറി പോകുന്നു. ഈസി ഈസി. പിടി പിടി. എവിടെ ഡോറ് തുറക്കാതെ കയറാൻ പറ്റുമോ? ഈസിടാ, ഈസി ആയിട്ട് കയറാല്ലേ. അയ്യോ ഭയങ്കര വെയിലായിരുന്നു. നമ്മള് അതെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് നേരെ നമ്മള് ഗ്രീൻ ഫീൽഡിന് അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ ഇനി പ്രത്യേകിച്ച് വെയിൽ ഇതായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ കുറെ നേരമായിട്ട് ഇരിക്കുന്നു, ബോറടിക്കുന്നത്. അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് പോവാം സുഹൃത്തുക്കളെ. സമയം ഏതാണ്ട് സന്ധ്യയായി സുഹൃത്തുക്കളെ. ഇവിടെ ഫുട്ബോൾ കളി സുഹൃത്തുക്കളെ. പയ്യന്മാര് നമ്മളത് ഗ്രീൻ ഫീൽഡിന്റെ സൈഡിലുള്ള ആ ഗ്രൗണ്ടിലെത്തി. ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ഒന്നിന് പോകാൻ തപ്പി വന്നേട് കേട്ടാ. ഒന്നിനെന്ന് വെച്ചാ നമ്മള് ബാക്ക് ഡോർ തുറന്ന് വിശാലമായി പോവാലോ. നമുക്കിങ്ങനെ ടയറിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഫുള്ള് ഇങ്ങനെ നടക്കാം. ഞാൻ ചവിട്ടിയെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവാ, അങ്ങനത്തെ സീനൊന്നുമില്ല. കൊള്ളല്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. അതിനകത്തൂടെ ചൂടല്ലേ, വെന്തവിടെ ഇരിക്കുകയല്ല തൊട്ടി. ആണാ എടാ, അതിന്റെ താഴത്തെ സ്റ്റെപ്പ് ഇരിയടാ. കുത്തുവോ? ചൂടുണ്ടാ? നമ്മൾ രണ്ടുപേരും ഞാൻ വന്ന് ഫ്രണ്ടില് ബോണറ്റിന്റെ മണ്ട ഇരിക്കാണ് കേട്ടോ. ഭയങ്കര ചൂട്. വണ്ടി 19 കിലോമീറ്റർ കണ്ടിന്യൂസ് റൺ ചെയ്ത് ഓഫ് റോഡും കഴിഞ്ഞ് വന്നിരിക്കുക. നല്ല ചൂട് ഇവിടുന്ന് അടിക്കുന്നു. മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ഇവിടെ വെച്ച് കഴിച്ചെടുക്കാം. ഓർഡർ ചെയ്തിട്ടുണ്ട്, പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വരും പിസ്സ, നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. പക്ഷെ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യണം കേട്ടോ. കുക്ക് ചെയ്യണം. രാത്രി പിന്നെ കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് മാക്സിമം നമ്മൾ ഒന്നും കഴിച്ചില്ല, ചായ ഒന്നും കുടിച്ചില്ല. എന്തെങ്കിലും സ്നാക്ക് കഴിക്കണം. പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് നൈറ്റ് അവിടെ ഇരുന്ന് നമുക്ക് കുക്ക് ചെയ്യാമല്ലോ. വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് കുക്ക് ചെയ്യാം. പിസ്സ എത്തി ഗൈസ്, പിസ്സ. നിന്റെ പെട്ടി പിടിച്ചോ. സെപ്പറേറ്റ് ആണോ? രണ്ടും ഒരേ സാധനമാ? ഫുൾ സൈസ് ഇല്ല, ഹാഫാ ക്വാർട്ടറാ അങ്ങനെ കണ്ടാണ്. അറിയാൻ എന്തോ താഴെ പോയേട്ടാ. ചില്ലി ഫ്ലേക്സ്. നമുക്ക് വെള്ളമില്ല കേട്ടോ, വെള്ളം കൂടെ മേടിക്കണം.
ഇത് ഇല്ല ഒന്നും തന്നില്ല എനിക്ക്. ടൊമാറ്റോ സോസ് ഒന്നേ ഉള്ളോ? മിനി പിസ്സ. സൂപ്പറാ. അടിപൊളി സാധനം. മാല ടേസ്റ്റ് രക്ഷയില്ല. മിനറൽ വാട്ടർ ഓർഡർ ചെയ്ത് ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും. നമുക്ക് 20 രൂപയ്ക്കായിട്ട് കുപ്പി കിട്ടത്തില്ല. വേണ്ട, ഇങ്ങനെ ഒരു ടാങ്കിന് നിറയ്ക്കാനുള്ള കുപ്പി. എന്റെ അമ്മൂ, 30 ഒരു കുപ്പിയുടെ ആവശ്യമുള്ളൂ സത്യത്തിൽ. ഒരു കുപ്പിയുടെ ആവശ്യമുള്ളൂ. പക്ഷെ 4 കുപ്പി വെള്ളം. എത്ര ലിറ്റർ ആടാ പറഞ്ഞാൽ? ഒരെണ്ണം 2 ലിറ്ററിന്റെ ഓരോ കുപ്പി വെച്ചിട്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് അമ്മയൊക്കെ കാണാൻ തോന്നുന്നു. ബാഗിലാണ് നമ്മൾ ഇതിനകത്ത്. ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ മാഗി മുട്ടയൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയ സുഹൃത്തുക്കളെ, ഇപ്പം ഭയങ്കര ടയർഡായി, ഇച്ചിരി നടുവൊക്കെ വേദന എടുക്കുന്നു, കിടന്നാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. അയ്യോ, ആരെങ്കിലും വന്നിട്ടോ ഡേറ്റ് തുറന്നു തരണ്ടേ? നീ ഇറങ്ങി തുറയിടാൻ അങ്ങോട്ട് ഇറങ്ങടാ. ഹോണടി കാണാൻ വേണ്ടിട്ട് ഓടി വന്നതല്ലേ ഞങ്ങള്. അതാ, എനിക്കാണെങ്കിൽ നിന്നെയൊക്കെ മിസ് ചെയ്തടി. അതാ, അവന് കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഇവിടെ ഇട്ടേക്കാം. ഇറങ്ങാക്കൂലല്ലേ, തോക്കൂലി, അതുകൊണ്ട് ഇറങ്ങത്തില്ല. പോടാ, എനക്ക് രണ്ടിനും പോവാൻ പറഞ്ഞില്ലേ നീ? അത് കുഴപ്പമില്ല, ഞാൻ ഇരിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുപ്പി എന്തിന്? ഓൺലൈനിൽ മേടിച്ച വെള്ളം തന്നെ. കുപ്പി നിറച്ചുണ്ട്. നമ്മളിത് വീട്ടിന്റെ മുകളിലാണ്, വണ്ടിയുടെ മുകൾ, താറിന്റെ മുകളിലാണ്. അച്ഛ ആട്ടി തരുന്നു. അല്ലാതെ വണ്ടിക്ക് ബോഡി റോളാ. ഇനി അച്ഛ ആട്ടുവാ. ഇച്ചിരി കൂടി വെളിയിൽ ഔട്ട് ആവൂലേ? നീ കേറിയോ കൂടാ? തലകണ എടുത്തു തരുമോ? ഇവിടെ കിടക്കാം, സുഖമായിരിക്കട്ടാ, സുഖമായിട്ട് കിടക്കാം കേട്ടോ. നമ്മളിനി അടുത്തൊരു ചലഞ്ച് ചെയ്യാൻ പോവാട്ടോ. 24 hours ഇൻ ഫോറസ്റ്റ്. കാട്ടി കൊണ്ടിട്ട് ഇതിന്റെ മോണ്ടി കിടന്ന് ഉറങ്ങും. ചലഞ്ചിന് ഇല്ലാത്ത ഒരാള് വന്നടേ. നിങ്ങൾ എന്തിനടെ ചലഞ്ച് ഇല്ലാതെ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്ന? വല്ല ആവശ്യമുണ്ട്? ഒരു പണിയില്ലാതെ വന്ന് കുത്തിയിരിക്കുന്നു. കൈ നിങ്ങള് രാവിലെ കണ്ടില്ലേ, കാണാൻ വേണ്ടി കയറിയത്. ഞങ്ങളിപ്പോ പോകും. ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, കേറിയ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങള് തുറന്നിറങ്ങും. പിന്നെ സമയം 10 മണിയായി. എനിക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങിയ എനിക്കാണെങ്കിൽ ജലദോഷമായി. കൈ സൗണ്ടും പോയെന്ന് തോന്നുന്നു. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ വീണ്ടും വണ്ടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ സാധനം നല്ല സ്ട്രോങ് ആട്ടോ. സൺഷെയ്ഡിന്റെ മണ്ട വെച്ച് മാഗി ഉണ്ടാക്കുന്നത്. മാഗി നമുക്ക് 2-3 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. മാഗി മാഗി മസാല. നമ്മൾ ഇളക്കാതെ നമ്മൾ സ്റ്റേബിളായിട്ട് വെക്കണം. മാഗി റെഡി. ടേസ്റ്റ് ചെയ്ത് കൊടുക്കൂ. എണ്ണയൊന്നും ഇല്ലാതെ മുട്ട വറുക്കാം. എണ്ണ അങ്ങനെ തൊഴിച്ചാൽ മതി. നല്ല മാഗി ടേസ്റ്റ്. നമ്മളെ ഡിന്നർ കഴിഞ്ഞു. ഇനി കാറി കയറി കിടന്ന് ഉറക്കമാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങുന്ന സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ തലയിൽ വെക്കാനായിട്ട് ഒന്നുമില്ല. തലവേദന എടുക്കും ഇങ്ങനെ കിടന്ന. പിന്നെ എങ്ങനെയും കിടന്നുറങ്ങാം. പ്രവീൺ അവിടെ കിടന്നുറങ്ങാം. നീ അവിടെ കിടന്നുറങ്ങണോ? ഇങ്ങനെ കിടക്കണോ? രാത്രി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിനകത്ത് കിടക്കടാ. ബാക്ക് സീറ്റിൽ കിടക്കാം. ഭയങ്കര ക്ഷീണം ഇല്ലേ? അങ്ങനല്ല, തിരിഞ്ഞടാ. എങ്ങനെ കിടക്കാം? ചെറിയ സീറ്റാണ്. ഇതെന്റെ പകുതി ബോഡി വെളിയിൽ കിടക്കാം. എടാ അങ്ങനെ കിടക്കാതരാ വണ്ട. ഇങ്ങനെ കിടക്ക്. കാലെടുത്തിട്ട് ഇവിടെ വണ്ട ഇങ്ങനെ വെക്കണം.
ഉറങ്ങാൻ പറ്റും. നല്ല ക്ഷീണമുണ്ട് കേട്ടാ. രണ്ടുപേർക്ക് എവിടെ പോയി കിടന്ന് ഉറങ്ങാല്ലേ? AC ഇട്ടാ ഇത് ബാക്ക് ഡോർ തുറന്നിട്ടാ മതി. ഡോർ അടച്ചാലോ? അടച്ചാൽ ശ്വാസം മുട്ടും. രാവിലെ കാണാം സുഹൃത്തുക്കളെ, രാവിലെ. ഓക്കെ, റൂം അടിച്ചോ. സുഹൃത്തുക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഇരുന്ന് എളുപ്പിച്ചാണൊക്കെ ഉണ്ടായിരുന്നു. സത്യമായിട്ട് നല്ല ടയേർഡാണ് കേട്ടോ. ഇതിനകത്ത് നേരെ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. മെയിനായിട്ട് ഈ കാലെടുത്ത് നേരെ വെക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ രാത്രി മഴ പെയ്ത് അവിടെ ആയിരുന്നു വണ്ടി കിടന്നത്. വെള്ളം ഇറങ്ങിയല്ലേ? ഷെയ്ഡിന്റെ മണ്ടയിൽ നിന്ന് വെള്ളം ഭയങ്കര ഈ അടിയാ ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ അടുത്ത് ഈ സൈഡിൽ കൊണ്ടിട്ട് എന്നാലും കംപ്ലീറ്റ് ചെയ്തു. നമ്മള് കംപ്ലീറ്റ് ചെയ്ത് അയ്യോ കിഴിലായിരുന്നു സത്യം. നമ്മള് കംപ്ലീറ്റ് ചെയ്ത് വിചാരിച്ചില്ല. സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത കിട്ടില്ല. മറന്നുമില്ല. ടയർഡാണ്. ഇനി മേലെ നല്ലോണം കിടന്ന് ഉറങ്ങിയില്ല. ഒരുപാട് വട്ടം എണീറ്റ് ഉറങ്ങാൻ നേരെ പറ്റത്തില്ല. മെയിനായിട്ട് പിന്നെ പില്ലോയോ ഒന്നും എടുത്തില്ല. എണി അടിച്ചിട്ട് വേസ്റ്റും കാര്യങ്ങളും ഒന്നും എടുത്ത് മാറ്റിയില്ല. എല്ലാം അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. എല്ലായിടത്തും ക്ലിയർ ചെയ്യണം. അയ്യടാ കറക്റ്റ് 24 hours ആയിട്ട് ഇറങ്ങിയത്. അടിപൊളി ഗൈസ്. അത് മാത്രമല്ല നമ്മളെ വണ്ടി പൊളിയാണ് ഗൈസ്. 24 hours കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വണ്ടി ഇഷ്ടമായി. ഹോപ്പി ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കും. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഭയങ്കര കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഹോപ്പി ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. തൊണ്ടയടച്ച് മൂക്കടച്ച് മാറിയങ്ങോട്ട്. അണ്ടർവെയറാ